ശബരിമലയിൽ ഭക്തജന തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇക്കുറി വരുമാനത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യ 9 ദിവസം കഴിഞ്ഞ വർഷത്തേക്കാൾ 13 കോടിയിലധികം കൂടിയിട്ടുണ്ട്. അപ്പം അരവണ വിൽപ്പന വരുമാനത്തിലും വൻ വർധനവുണ്ട്. വരും ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് ഇനിയും കൂടും എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. സന്നിധാനത്ത് നിന്ന് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. സന്നിധാനത്ത് തിരക്കേറുമ്പോഴും ക്രമീകരണങ്ങളെല്ലാം കാര്യക്ഷമമായി തന്നെ ഏർപ്പെടുത്തിയിട്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഗുഡ് ഈവനിംഗ് സുജയ. സന്നിധാനത്ത് ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം അല്പം കൂടുതലാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു. ശബരിമലയിൽ ഇക്കുറി മണ്ഡലകാലം ആരംഭിച്ച ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ വരുമാനത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് നാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയം 28,30,20,364 രൂപയായിരുന്നു വരുമാനമെങ്കിൽ ഇക്കുറി ഇപ്പോൾ 9 ദിവസം പിന്നിടുമ്പോൾ അത് 41,64,65 രൂപ വരുമാനം ആയിട്ടുണ്ട്. അതായത് ഇക്കുറി 13,33,79,701 രൂപയുടെ അധിക വരുമാനമാണിത്. ഭക്തരുടെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം നാം നോക്കുമ്പോഴും വലിയ വർധനവ് തന്നെയാണ് ഇക്കുറി ഉണ്ടായതോടെ അപ്പം അരവണ വിൽപ്പനയിലും വലിയ വർധനവ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വിൽപ്പനയിലൂടെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് 1,80,27,000 രൂപ ആണ് ലഭിച്ചിരുന്നത്. പക്ഷേ അത് ഈ വർഷമായപ്പോഴേക്കും 2,21,30,685 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അരവണ കഴിഞ്ഞ വർഷം ഈ സമയത്ത് 1,15,71,050 രൂപയാണ് ലഭിച്ചതെങ്കിൽ ഈ വർഷം അത് 17 കോടി രൂപയിലധികം അധിക വരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കാണിക്കയിലും ഒപ്പം തന്നെ അപ്പം അരവണ വിൽപ്പനയിലും വലിയ വർധനവ് ഇക്കുറി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഭക്തർക്ക് സുഗമ ദർശനം നടപ്പാക്കുന്നതിൽ ഇക്കുറി നടപ്പാക്കിയ എല്ലാ പുതിയ പരിഷ്കാരങ്ങളും അത് വിജയകരമായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട്. അത് ഈ 18-ാം പടിയിൽ പോലീസ് ജീവനക്കാരുടെ അവരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്തർക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭിക്കുന്നതായും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിക്കുന്നു. 1 മിനിറ്റിൽ ഇപ്പോൾ ശരാശരി 80ഓളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ നടപ്പന്തലും കഴിഞ്ഞ് ഫ്ലൈ ഓവർ വഴി ഇപ്പോൾ അയ്യപ്പ ദർശനം നടത്താൻ പോകുന്ന അവരുടെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സാധാരണ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറക്കുമ്പോൾ ദീപാരാധന വരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ് വലിയ നടപ്പന്തലിൽ ഏകദേശം 40 മിനിറ്റോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇക്കുറി ഏതായാലും ഈ ദിവസം ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ അധിക തിരക്ക് വന്നാലും അത് നിയന്ത്രിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളെല്ലാം നന്നായി നടക്കുന്നു എന്നതാണ് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ തത്സമയം കാട്ടിത്തന്നത്. സന്നിധാനത്തേക്ക് കൂടുതൽ ഭക്തർ എത്തുമ്പോഴും അതെല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്.